ഊട്ടി ട്രിപ്പിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യത്തെ 2 എപ്പിസോഡ് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഐ ബട്ടനെ ക്ലിക്ക് ചെയ്താൽ മതി. விட்டோன்னா அது பிடிச்சி விடும். அப்போ போகிறதுக்கு இப்படி ஆடி ஆடி போகிறதுக்கு ரொம்ப நல்லா இன்ட்ரெஸ்டாக இருக்கும். ഊട്ടിയിൽ 300 രൂപ മുതൽ റൂംസ് അവൈലബിൾ ആണ്. 300 இங்கே தமிழ்நாட்டு மக்களே வந்து கேரளாவில் போய் தான் பொண்ணுட்டு இருக்காங்க. 9:30 മുതൽ 6 മണി വരെയാണ് 2 പേര് മാത്രമേ ഉള്ളൂ ഗൈസ് ഇത് ചെയ്യുന്നത്. ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റ്. രണ്ടാമത്തെ ദിവസം 8 മണിയൊക്കെ ആയപ്പോഴാണ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. എന്നിട്ട് ആദ്യം പോയത് തട്ടുകടയിലേക്കാണ്. അവിടെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ ബോട്ട് ഹൗസിലേക്ക് വിട്ടു. ഊട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് നടന്നു പോയത്. നടന്നു പോയതുകൊണ്ട് റോഡ് സൈഡിലായിട്ട് മുട്ടക്കോസ് കൃഷി ചെയ്തിരിക്കുന്നതൊക്കെ കാണാൻ പറ്റി. അതിൻ്റെ ഒരു സൈഡിലായിട്ട് വിളവെടുപ്പ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കൃത്യം 9 മണിയായപ്പോൾ ബോട്ട് ഹൗസിൻ്റെ മുൻപിലെത്തി. അങ്ങനെ അകത്ത് കയറി 20 രൂപ കൊടുത്ത് എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് ആദ്യം ബോട്ടിങ്ങിൻ്റെ ഭാഗത്തേക്കാണ് പോയത്. ഒൻപതര മുതൽ 6 മണി വരെയാണ് ഈ ബോട്ട് ഹൗസിലെ എൻട്രി ടൈം. നമ്മൾ അരമണിക്കൂർ നേരത്തെ എത്തിയതുകൊണ്ട് ബോട്ടിങ്ങോ മറ്റു പരിപാടികളോ ഒന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ബോട്ടിങ്ങിനൊക്കെ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. ബോട്ടിങ് തുടങ്ങാത്തത് കൊണ്ട് ഞങ്ങൾ മിനി ട്രെയിൻ സ്റ്റേഷൻ്റെ ഭാഗത്തേക്കാണ് പോയത്. ₹60 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താൽ 10 മിനിറ്റ് പൈൻ ഫോറസ്റ്റിന് ഇടയിലൂടെ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു. എന്തായാലും അതൊരു നല്ല അനുഭവം ആയിരിക്കും എന്ന് വിചാരിച്ച് ടിക്കറ്റ് എടുക്കാനായി ചെന്നപ്പോൾ മിനിമം 5 പേരെങ്കിലും ഉണ്ടെങ്കിലേ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അതിനുള്ള ആളില്ലാത്തത് കൊണ്ട് അരമണിക്കൂറോളം വിശേഷങ്ങളും പങ്കുവച്ച് അവരെ കൂടെ കൂടി അവിടെ ഇരുന്നു. அது அந்த பள்ளிச்சத்திரம் மாட்டி விட்டுருவோம். சிக்கி சிக்கின்னு போக ரொம்ப சந்தோஷமா இருக்கும். இங்கிட்டு வந்தேன். നമ്മള് മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടിയിലോട്ടാണ് വന്നത്. அப்படியா? அது அப்போ வரும்போது உங்களுக்கு அது குத்துமேடு ஒரு மாதிரி இருக்கும். இங்கே போங்க இறக்கம் வந்து குன்னூர் கீழே அந்த மரப்பால் இறங்கினா இப்படி இருக்கும், குத்து இருக்கும், இந்த குத்தி இறக்கும். அப்போ ட்ரெயின் ஸ்பீடாக போகாது. அந்த பள்ளிச்சத்திரம் மாட்டி விட்டானா அது பிடிச்சி விடும். அப்போ போகிறதுக்கு இப்படி ஆடி ஆடி போகிறதுக்கு ரொம்ப நல்லா ഇൻട്രസ്റ്റാக இருக்கும். ട്രെയിൻ ഇങ്ങനെ യാത്രയുടെ ഒരു അതാണ് ചേട്ടൻ നമുക്ക് പറഞ്ഞത്. എന്തായിരിക്കും നിങ്ങൾക്ക് പെണ്ണ് കിട്ടാത്ത എന്തായിരിക്കും നിങ്ങൾക്ക്? അത് എന്നോട് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അത്രയും സുമുഖനും സുന്ദരനും എനിക്ക് പെണ്ണ് കിട്ടാത്തത് നിനക്ക് ഒരു ഓണല്ല തമിഴ്നാട്ടിൽ വരെ പെണ്ണാലോചന തുടങ്ങി നിങ്ങള്. ഇങ്ങേർക്ക് ഇവിടുന്ന് പെണ്ണ് കിട്ടുമോ? തന്നെ ഇനി നമുക്കൊന്ന് സെറ്റ് ആക്കായിരുന്നു. ചിരി இங்கே தமிழ்நாட்டு மக்களே வந்து கேரளாவில் போய் தான் பொண்ணுட்டு இருக்காங்க. பாலக்காடு, திருச்சூர், തിരുവനന്തപുരം. അല്ല, അവിടെ ഉള്ളവർ ഇവിടെ വന്ന് കെട്ടുന്നുണ്ട്. അവിടെ அங்கிருந்து இது பெண்குட்டி இங்கே வந்து ஆணுக்கு கட்டுது, ஆணு வந்து இங்கே பெண்குட்டி கட்டுது. நல்லா இருக்கு, நல்லா இருக்கு. അല്ലെങ്കിലും കേരളത്തിലെ ആമ്പിള്ളേർ അടിപൊളിയാണല്ലേ? ஆமா അല്ലേ, സെറ്റാണ്. ഓ എന്റെ പൊന്നെ, എന്തൊരു വേണം. അത് പറയൂല, കാരണം പറയൂല. ചേടാ 5 പേരും കൂടെ ആയിരുന്നെങ്കിൽ നമുക്ക് പോവായിരുന്നു ഈ വണ്ടിയും കൊണ്ട്. 2 പേര് മാത്രമേ ഉള്ളൂ ഗൈസ്. ഈ വണ്ടി കയറാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. എന്ത് ചെയ്യുമെന്ന് പറ. വെയിറ്റ് ചെയ്യാം. നമുക്കങ്ങനെ കിട്ടി ഗൈസ് ടിക്കറ്റ്. 2 പേരെയും കൂടെ കിട്ടി. 4 പേരായി. നമ്മുടെ ട്രെയിൻ ദാ ഇപ്പോൾ പോവും. കിട്ടി മോനെ, കിട്ടി.
പൈൻ ഫോറസ്റ്റിനിടയിലൂടെയുള്ള യാത്ര എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല കിടിലൻ വൈബ് ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഒരു 300 മീറ്റർ കൊണ്ടുപോയിട്ട് തിരിച്ചുകൊണ്ടിറക്കി. അപ്പോഴേക്കും സമയം 10:30 പിന്നെ നേരെ റൂമിലേക്കാണ് വിട്ടത്. ഊട്ടിയിൽ 300 രൂപ മുതൽ റൂംസ് അവൈലബിൾ ആണ്. 300-ന് സിംഗിൾ റൂമും 400-ന് ഡബിൾ റൂമുമാണ് സ്റ്റാർട്ടിങ്. പിന്നെ സീസൺ അനുസരിച്ച് വ്യത്യാസമൊക്കെ വരാൻ സാധ്യതകളുണ്ട് കേട്ടോ. ഞങ്ങൾ 800 രൂപയുടെ റൂമാണ് എടുത്തത്. ഡബിൾ റൂമായിരുന്നു. അത്യാവശ്യം നീറ്റായിട്ടുള്ള റൂം തന്നെയായിരുന്നു. അങ്ങനെ 12 മണിയായപ്പോൾ റൂം വെക്കേറ്റ് ചെയ്തിറങ്ങി. 12:45 കൂടി കോയമ്പത്തൂരേക്ക് ബസ് കിട്ടി. 1 മണിയായപ്പോൾ ബസ് എടുത്തു. അങ്ങനെ തൽക്കാലം ഊട്ടിയോട് വിട പറഞ്ഞ് കോയമ്പത്തൂരിലേക്ക് യാത്രയായി. 2.5-3 മണിക്കൂറത്തെ യാത്രയാണ് കോയമ്പത്തൂരേക്ക്. അത്യാവശ്യം നല്ല കിടിലൻ കാഴ്ചകളൊക്കെ കിട്ടുന്ന ഈ ഒരു യാത്രയിലാണ്. ഊട്ടിയിൽ നിന്ന് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡ് വരെ 80 രൂപയാണ് ടിക്കറ്റ്. അങ്ങനെ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്ക് 80 രൂപയ്ക്ക് ടിക്കറ്റും എടുത്ത് കിടിലൻ കാഴ്ചകളും കണ്ടുള്ള യാത്രയായിരുന്നു പിന്നീട്. ഒരു മണിക്ക് തുടങ്ങിയ യാത്ര അവസാനിച്ചത് 4:30-ക്കായിരുന്നു. അങ്ങനെ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഒരു ബിരിയാണിയും കഴിച്ച് അവിടുന്ന് അടുത്ത ബസ് കയറി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ക്ലോക്ക് റൂമിൽ ബാഗും വെച്ച് നേരെ പോയത് പോലീസ് മ്യൂസിയം കാണാനായിട്ടായിരുന്നു. അവിടെ 10 മണി മുതൽ 7 മണി വരെയാണ് പ്രവേശന സമയം. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റ്. നമ്മുടെ കയ്യിലുള്ള ബാഗൊക്കെ പുറത്ത് വെച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ. അങ്ങനെ പോലീസ് മ്യൂസിയമൊക്കെ നടന്ന് കണ്ട് ഏകദേശം 1 മണിക്കൂറോളം അവിടെ ചിലവഴിച്ച ശേഷം 6:30 മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി പിന്നീട് പോയത് ഇസ്മായിൽ സ്ട്രീറ്റിലേക്കായിരുന്നു. അവിടെയൊക്കെ പോയി ഒന്ന് കറങ്ങി നടന്ന് കണ്ട ശേഷം ഒരു മസാല ദോശയും കഴിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തി. രാത്രി 11:15 കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന ട്രെയിനായ ട്രെയിൻ നമ്പർ 12695 MAS TBC സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിൽ തിരിച്ച് കൊല്ലത്തേക്ക്. രാവിലെ 6 മണിക്ക് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. സ്ലീപ്പറിന് 265 രൂപയാണ് ഇതിൽ ടിക്കറ്റ് വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.